വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ചെയ്ത കണ്ടൻറ്റുകളൊക്കെ വെച്ചിട്ടൊരു വെറൈറ്റി കണ്ടൻറ്റാണ്. അപ്പോൾ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതായത് എൻ്റെ ഒരു ലൈഫിൽ ഞാൻ അനുഭവിച്ച എൻ്റെ 2 ഡെലിവറിയിലെയും സ്റ്റോറി ഒറ്റൊരു വ്ളോഗിലായിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ രണ്ടിനും ഡിഫറൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ പറയുമ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞത് 18 വയസ്സിലാണ് കേട്ടോ. 18 വയസ്സും 5 മാസമുള്ളപ്പോഴായിരുന്നു എൻ്റെ വിവാഹം. ഡിസംബറിൽ എനിക്ക് 18 വയസ്സ് തികഞ്ഞു. മെയ് 20-ാം തീയതി ആയിരുന്നു എൻ്റെ കല്യാണം. 19-ാമത്തെ വയസ്സിലാണ് ഞാൻ അമ്മയാവുന്നത്. എൻ്റെ ആദ്യത്തെ മോനെ എബിനെ പ്രസവിക്കുന്നത് 19 വയസ്സിലാണ് കേട്ടോ. പ്രസവിക്കുന്നത് കറക്റ്റ് മെയ് 15-ാം തീയതിയാണ് മൂത്ത മോനെ പ്രസവിക്കുന്നത്. അപ്പോൾ 18 വയസ്സിലത്തെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് വരെ ഞാൻ ജീവിച്ച ജീവിത സാഹചര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ഏജിലുള്ള കുട്ടികൾ കുറച്ച് പേരൊക്കെ അനുഭവിച്ചിട്ടുള്ള ലൈഫായിരിക്കാം. എങ്കിലും എൻ്റെ ലൈഫ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. കയറി കിടക്കാൻ നല്ലൊരു വീടില്ല. അതുപോലെ തന്നെ ഓരോരോ ജീവിത സാഹചര്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത്. അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ലൈഫ് കിട്ടാൻ വേണ്ടി വിവാഹം കഴിക്കേണ്ടി വരും എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്കന്ന്. വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോയാലാണ് നമുക്ക് ബെറ്റർ ലൈഫ് കിട്ടുള്ളൂ, നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടും, നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മൾ പോവും, നല്ല വീട് കിട്ടും, നല്ല സുഖ സൗകര്യങ്ങൾ എല്ലാം കിട്ടും എന്നുള്ളൊരു ഒറ്റൊരു ഇതായിരുന്നു കേട്ടോ എനിക്ക് ആ ഒരു സമയത്ത്. അപ്പോൾ എൻ്റെ കല്യാണം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ സ്നേഹിച്ചിട്ടുള്ളൊരു വിവാഹം തന്നെയായിരുന്നു. കണ്ടിഷ്ടപ്പെട്ട് ഞങ്ങൾ പരസ്പരം അറിഞ്ഞ് കല്യാണം കഴിച്ചൊരു വിവാഹമായിരുന്നു ഞങ്ങളുടെ. പക്ഷേ അതിലത്തെ ഏറ്റവും വലിയ കോമഡിയും ട്രാജഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പച്ചനെ അറിയില്ലായിരുന്നു ഞങ്ങളുടെ സ്നേഹിച്ചുള്ള വിവാഹമാണെന്നുള്ളത്. ഞങ്ങളുടെ ബന്ധുക്കൾക്ക് കുറേ പേർക്കൊക്കെ അറിയായിരുന്നു, എങ്കിലും എൻ്റെ അപ്പച്ചനെ അറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ സ്നേഹിച്ചെങ്കിൽ പോലും ഞങ്ങളുടെ സ്വന്തം മതം, അത്യാവശ്യം നല്ലൊരു ഫാമിലി എല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ എൻ്റെ മതത്തിൽ നിന്നല്ലാണ്ട് ഒരാളെ വിവാഹം കഴിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു. അത് ഞാൻ 100% ഉറപ്പ് എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ച കാര്യമാണ്. ഒരിക്കലും ഞാൻ എന്താ പറയുക, എൻ്റെ മതത്തിലില്ല അല്ലാത്ത ഒരാളെ വിവാഹം കഴിക്കില്ല എന്നൊരിതുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഹിന്ദുവും എൻ്റെ അപ്പച്ചൻ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അമ്മ വീട്ടുകാർ മൊത്തം ഹിന്ദുക്കളും അപ്പം വീട്ടുകാർ മൊത്തം ക്രിസ്ത്യൻസുമാണ് കേട്ടോ. പക്ഷേ ഞാനത് ചെറുപ്പത്തിൽ ഒരുപാട് ഇതുകൾ കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ മൈൻഡിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെ ഒരു സ്നേഹവിവാഹം പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് അവർക്കത് അങ്ങനെ വിവാഹം കഴിക്കേണ്ടി വന്നു. അന്നത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെയാണ് അവർ വിവാഹം കഴിഞ്ഞത്. അങ്ങനെ ഞാനും ചേട്ടനും ഉണ്ടായി, ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നു. പിന്നെ ബെറ്റർ ഒരു ലൈഫിലേക്ക് പോവാനായിട്ടുള്ളൊരു പുതിയ വീടൊക്കെ പണിത് അതിലേക്ക് മാറാനായിട്ടുള്ളൊരു സാഹചര്യം വന്ന സമയത്താണ് കേട്ടോ എൻ്റെ അമ്മേനെ പാമ്പ് കടിക്കണം. അപ്പോൾ ജീവിതം ഒന്നും കൂടെ വേറൊരു ലെവലിലേക്ക് പോയി. അവിടെ നിന്ന് ഞങ്ങൾക്ക് ബാധ്യതകൾ കൂടി. അമ്മേനെ ഹോസ്പിറ്റലിൽ നടക്കാൻ തന്നെ അന്നൊക്കെ നല്ലൊരു എമൗണ്ട് നമുക്ക് വന്നു ഹോസ്പിറ്റലിൽ. അതൊക്കെ ലോൺ എടുത്തിട്ടാണ് എൻ്റെ അപ്പച്ചൻ എൻ്റെ അമ്മേനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡെലിവറി വ്ളോഗിൽ നിന്ന് വേറെ കഥകളിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ച് കണ്ടിഷ്ടപ്പെട്ട് എല്ലാ വീട്ടുകാരുടെയും അനുവാദത്തോടും താല്പര്യത്തോടും കൂടിയിട്ടായിരുന്നു എൻ്റെയും ബിനോയിൻ്റെയും കല്യാണം. എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ വിവാഹം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആദ്യത്തെ ഡെലിവറിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം മൊത്തം ഡൗൺ ആയിരുന്നു. എനിക്ക് ഒന്നാമത് BP കുറയുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും രാവിലെ എനിക്ക് ഭയങ്കര വൊമിറ്റിങ്ങും ഭയങ്കരമായിട്ട് ഛർദിയും അതുപോലെ തന്നെ തലചുറ്റുമായിരുന്നു കേട്ടോ. ഒരു 8-9 മണി വരെ ഒന്നും എനിക്ക് തീരെ പറ്റില്ല. അതുപോലെ ഭയങ്കര 5 മാസം വരെ ഭയങ്കര ഛർദിയായിരുന്നു. അങ്ങനെ 5 മാസം വരെ ഞാൻ തൃശ്ശൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. രാജീവ് ബെഞ്ചമിൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്, ഡോക്ടറെ കാണിച്ചിരുന്നത് തൃശ്ശൂർ കോപ്പറേറ്റീവിലായിരുന്നു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ഫീവറൊക്കെ വന്നു. ഒരു 6 മാസം 7 മാസം സമയത്തൊക്കെ ഭയങ്കര ഫീവർ. പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛർദിയും പനി മാത്രം, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പനിയായിരുന്നു.
അങ്ങനെ ഞാൻ ഒരു ദിവസം തീരെ പനി കുറയാണ്ട് ചേട്ടൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഭയങ്കര വരിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വരിയാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരി നിൽക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തീരെ വയ്യാണ്ടായി, ഭയങ്കര തലയൊക്കെ ചുറ്റി, ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ഇങ്ങനെ ഞങ്ങളൊന്ന് കയറ്റി കാണിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് പോയി. വേറൊരു പേഷ്യൻറ്റിനെ നോക്കാൻ വേണ്ടി ഡോക്ടർ എണീറ്റ് പോയിട്ടാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ എനിക്ക് തീരെ പറ്റണ്ടായപ്പോൾ അവിടെ കൂടി ഉണ്ടായിരുന്നൊരു ചേച്ചി പറഞ്ഞു, നിങ്ങൾ കാഷ്വാലിറ്റിയിൽ പോയി കാണിക്കും, ഇവിടെ വരി നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ കാഷ്വാലിറ്റിയിൽ പോയി അവിടുത്തെ ഡോക്ടറെ കാണിച്ചു. അവരപ്പം തന്നെ വേഗം ഛർദി കുറയാനുള്ള മരുന്നും അതുപോലെ ട്രിപ്പ് ഇട്ട് എന്നെ അവിടെ കെടുത്തി, കാഷ്വാലിറ്റിയിൽ കെടുത്തി. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പം ഡോക്ടറെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ അങ്ങനെ ഞങ്ങൾ കാഷ്വാലിറ്റി ഡോക്ടർ പറഞ്ഞു, ട്രിപ്പ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉഷാറായപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് ഡോക്ടർ ഒ പിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഡോക്ടർ ഒ പിയിലേക്ക് ചെന്നപ്പോൾ ഞങ്ങൾക്കത് മൈൻഡ് ഭയങ്കരമായിട്ട് സങ്കടം വന്നു കേട്ടോ. അത് ആ ഒരു നിമിഷം. കാരണം ഡോക്ടർമാരെ സംബന്ധിച്ച് അവർ ഒരുപാട് പേരെ കാണുന്നുണ്ടാവും, ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്ത ഡോക്ടർമാർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഇതിലും ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജുകൾ അവർ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മളൊരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു രോഗി ഒരു വിഷമമായിട്ടൊരു ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുമ്പം അതൊരു ചിരിച്ച മുഖം കൊണ്ട് അത് സ്വീകരിച്ച് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര ഫ്രീ ആവും. പകുതി അസുഖം നമുക്ക് അവിടെ തന്നെ കുറയില്ലേ. എനിക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളന്ന് ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഡോക്ടർ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കാഷ്വാലിറ്റിയിലായിരുന്നു, ഭയങ്കര ഛർദിയും പനിയൊക്കെ, ഭയങ്കര പനിയാണ്, ഡോക്ടർ ഒന്ന് നോക്ക്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇപ്പം ഇത്ര മന്ദായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭാര്യേനെ ഒരു രൂപക്കൂട്ടിൽ കയറ്റിയിരുത്തിടൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആകെ അങ്ങോട്ട് ഇടിവെട്ടായിട്ട് പോയില്ലേ, ദൈവം ഇങ്ങനെയല്ലല്ലോ ഒരു ഡോക്ടർ പറയേണ്ടത്, ആളെടുത്ത വഴിക്ക് പറഞ്ഞ കാര്യമാണ്. എന്നുവെച്ചാൽ തൻ്റെ ഭാര്യേനെ ഒരു രൂപക്കൂട്ടിൽ കയറ്റിയിരുത്തിടോ, ആദ്യമായിട്ടല്ലേ പെണ്ണുങ്ങൾ ഗർഭിണിയാവണത്, ആദ്യമായിട്ടല്ലേ പ്രസവിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. അന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു, ഇനി ഈ ഡോക്ടറെ കാണില്ല എന്നുള്ളത് അന്ന് ഉറപ്പിച്ചു. അവിടെ നിന്ന് ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഒല്ലൂർ വിൻസെൻ്റ് പോൾ ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ ഒല്ലൂർ വിൻസെൻ്റ് പോളിൽ പോയിട്ട് അവിടുത്തെ മാഡത്തിനെ എല്ലാ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവിടുത്തെ മാഡത്തിനെ കാണിച്ചു. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഒല്ലൂർ വിൻസെൻ്റ് പോൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് വരാൻ എളുപ്പമുള്ള ഹോസ്പിറ്റലും ഒല്ലൂർ വിൻസെൻ്റ് പോളായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റൽ. അവിടുത്തെ എല്ലാവരും എനിക്കറിയാം, ഒരുവിധ ഡോക്ടർമാരെ അറിയാം, സ്റ്റാഫുകളറിയാം, എല്ലാവരും എനിക്കറിയാമായിരുന്നു. അങ്ങനെ ഒല്ലൂർ വിൻസെൻ്റ് പോളിലാണ് കേട്ടോ എൻ്റെ ഡെലിവറി ആയിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ 7 മന്ത് കഴിഞ്ഞു. എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞു. 9 മന്തായി. അങ്ങനെ എന്താ പറയുക, 9 മന്തിൽ നമ്മുടെ വീട്ടിൽ തന്നെയാണല്ലോ നമ്മൾ നിൽക്കുക. അപ്പോൾ വീട്ടിലവിടെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 7 മന്തായപ്പോൾ ഒരു ദിവസം രാത്രി ഭയങ്കര വയറുവേദന വന്നു. വയറുവേദന വന്ന് ബാത്റൂമിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് നമ്മൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്, വയറിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ബാത്റൂമിലേക്ക് പോയപ്പം ഒരുപാട് ബ്ലഡ് പോയി. കറക്റ്റ് ഒരു 7 മാസമൊക്കെ ഉള്ളപ്പോൾ. പക്ഷേ ആ ബ്ലഡ് പോയത് നമ്മുടെ ആദ്യത്തെ ഡെലിവറിയും എന്താ ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പെട്ടെന്ന് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയപ്പോൾ ഞാൻ വേഗം ചേട്ടനോട് പറഞ്ഞു. ചേട്ടനെ കണ്ടപ്പോൾ ആകെ പേടിയായി. ചേട്ടൻ പറഞ്ഞു വേഗം പോവാം ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞു. ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് അവർ ഉള്ളൊക്കെ പരിശോധിച്ചു, കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെലിവറിയുമായി ബന്ധപ്പെട്ട ബ്ലീഡിങ് അല്ല, പക്ഷേ ഒരുവിധം ഗർഭിണികൾക്കും ഒരു 5th മന്ത് 7 മന്തൊക്കെ ആകുമ്പോൾ ചിലവരിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരിലും ഗർഭിണി ആയിരിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ് പൈൽസ് വന്ന് പെടുക എന്ന് പറയുന്നത്. അതൊരു മോശം സിറ്റുവേഷൻ അല്ല. എല്ലാവരും കളിയാക്കുന്നൊരു അവസ്ഥയാണ് പൈൽസ്. പരമാവധി ആൾക്കാർ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് പൈൽസ് എന്ന് പറഞ്ഞാൽ. ഗർഭിണി ആയിരിക്കുമ്പോൾ കിട്ടുന്ന മെയിൻ 2 അസുഖമാണ്, ഒന്ന് പൈൽസ്, ഒന്ന് വെരിക്കോസ്. ഈ 2 സാധനം നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. ചിലവരിൽ അത് പ്രഗ്നൻസി സമയത്ത് തന്നെ മാറും, ചിലവരിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് ഡെലിവറിയുടെ സമയം കൊണ്ട് തന്നെ എനിക്കത് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പൈൽസിൻ്റെ ഇത് വന്ന് പൊട്ടുകയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് നമുക്ക് മോശം പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലവരിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു 8 മന്ത് 7 മന്തൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും മോശം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ ഭക്ഷണ രീതികളിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ പൈൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നാൽ പൈൽസ് വന്ന് പൊട്ടലും ഭയങ്കരമായ ബ്ലീഡിങ് ഉണ്ടാവലും ഒക്കെ ഉണ്ടായിട്ട് പേടിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ ചെന്നത്. 2 ദിവസം ഹോസ്പിറ്റലിൽ ചെന്ന് സർജനൊക്കെ കണ്ടു. എനിക്ക് കറക്റ്റ് എൻ്റെ ആ ഒരു ഡെലിവറി പീരീഡിൻ്റെ ആ ഒരു സമയം കൊണ്ട് എനിക്ക് പൈൽസ് മാറിയിട്ടോ. പിന്നെ എനിക്ക് അതിനെപ്പറ്റി ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിലും അങ്ങനെ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഡെലിവറി സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ അനുഭവപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സിറ്റുവേഷനുകൾ എനിക്ക് ഗർഭിണിയായിരുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രസവ സമയത്ത് ഞാൻ 9ാം മാസം വീട്ടിൽ പോയി അവിടെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് കഞ്ഞികൂടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പം അപ്പച്ചനാണ് എന്നെ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്ന ആൾ കേട്ടോ. അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 1-2 ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് അറിയാം. പിന്നെ എൻ്റെ അമ്മയുടെ 2ഉം സിസേറിയനായിരുന്നു. അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് നോർമൽ ഡെലിവറിനെ പറ്റി അത്രയ്ക്കൊരു ധാരണ കുറവായിരുന്നു. അമ്മയ്ക്ക് 2 സിസേറിയനായിരുന്നു അമ്മയ്ക്ക്. അപ്പം നമ്മൾ പറയും ഒരുപാട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ സുഖപ്രസവവും ജോലി എടുക്കാത്തവർക്കാണ് സിസേറിയനെന്ന്. ശുദ്ധ മണ്ടത്തരാണ് കേട്ടോ. കാരണം എൻ്റെ അമ്മ എന്നെയും എൻ്റെ ചേട്ടനെയും ഗർഭിണിയായിരിക്കുമ്പോൾ മരക്കമ്പനിയിൽ ജോലിക്ക് പോയിരുന്ന ആളാണ്. എൻ്റെ ചേട്ടനെ ഞാൻ പറയണത് കേട്ടിട്ടുണ്ട്, ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് എൻ്റെ അമ്മ ആശുപത്രിയിൽ പോയിട്ട് എൻ്റെ ചേട്ടനെ പ്രസവിച്ചിട്ടുള്ളത്. അതും സിസേറിയനായിരുന്നു. അന്ന് വരെ എൻ്റെ അമ്മ റീസേമിയും കട്ടറുമിൽ നിന്ന് പണം തട്ട് പണി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ അമ്മയ്ക്ക് പെയിൻ തുടങ്ങിയിട്ട് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും പിന്നെ ഡോക്ടർ സിസേറിയൻ വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് എൻ്റെ അമ്മേനെ സിസേറിയൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു ജോലികൾ പണി ചെയ്ത സുഖപ്രസവം എന്നുള്ളത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. നമുക്ക് വേണ്ട എക്സസൈസൊക്കെ നമുക്ക് വേണം, അത് വേറെ കാര്യം. പക്ഷേ തീരെ ജോലി എടുക്കണതും ജോലി എടുക്കാത്തതും തമ്മിലും നോർമൽ ഡെലിവറി സിസേറിയനായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ തുടങ്ങി. അത് പെയിൻ അല്ലായിരുന്നു എനിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നത്, എനിക്ക് ഡെലിവറി പെയിനേ അല്ലായിരുന്നു. എനിക്ക് ഇരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് എവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ചെയറിലിരിക്കാൻ പറ്റുന്നില്ല, കട്ടിലും ഇരിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു സംഭവം ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു ഫീല്, അതായത് നമ്മുടെ അടിവയറിൻ്റെ താഴത്തേക്ക് എന്തോ ഒരു തടസ്സം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് വേറെ ഒരു കുഴപ്പവും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഒരു മുഖത്തിൻ്റെ ഒരു ക്ഷീണം കണ്ട് അപ്പോൾ അപ്പച്ചനെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പച്ചൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചിഞ്ചുവിന് പറ്റിയ, ചിഞ്ചുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നീ ചോക്കി. അപ്പോൾ അമ്മേൻ്റെ അടുത്തൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ഉച്ചയ്ക്ക് ഒരു 11:30-11:45 ആയപ്പോൾ എനിക്ക് പറ്റാണ്ടായി തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്താണ് ഇരിക്കാൻ പറ്റണില്ല അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എന്നുവെച്ചാൽ പോവാം നമുക്ക് ആശുപത്രിയിലേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഒക്കെ പാക്ക് ചെയ്ത് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് സെറ്റാണ് കേട്ടോ. വണ്ടി വരിക പോവുക അത്രയേ ഉള്ളൂ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു വായി പോവാം, നമുക്കിനി വെയിറ്റ് ചെയ്യണ്ട, എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഇതിന് മുൻപ് എനിക്കൊരു 9 മന്ത്സ് തുടങ്ങിയ സമയത്ത് ഇതേപോലെ ഒരു ഇടയ്ക്കൊരു പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോലും പിന്നെ എന്താ പറയുക വൈറ്റ് ഡിസ്ചാർജ് പോലും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു ഈ വട്ടം പോകുമ്പോൾ ഉണ്ണിനെയും കൊണ്ട് വരുള്ളൂ അപ്പച്ച, ഞാൻ പോയിട്ട് 2 ദിവസം കിടന്നിട്ട് വരില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു അതൊന്നും നീ നോക്കണ്ട, അപ്പോൾ നമുക്ക് പോവാം, വെറുതെ ബുദ്ധിമുട്ടായിട്ട് വീട്ടിലിരിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു ഇനി ചെല്ലിയ പ്രസവിക്കാൻ പോരും, അല്ലാണ്ട് ആശുപത്രിയിൽ ഞാൻ എടുക്കില്ല അപ്പച്ചാന്ന് പറഞ്ഞു. വായോ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വണ്ടി വിളിച്ച് ഒരു 12 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയി. വീട്ടിൽ നിന്ന് ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ ലേബർ വാർഡിലേക്ക് വരാൻ പറഞ്ഞു. ചെന്നു. അപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ ഉള്ളു പരിശോധിക്കുമല്ലോ. അപ്പം ഈ ഡെലിവറി സമയത്തുള്ള ഏറ്റവും ഒരു നിസ്സഹായ അവസ്ഥയാണ് ഈ ഉള്ളു പരിശോധിക്കുക എന്ന് പറഞ്ഞ സംഭവം. അപ്പം ചെന്നപ്പം ഉള്ളു പരിശോധിക്കാൻ കയറ്റി. അപ്പം ഞാൻ അങ്ങനെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുക. ഈശ്വര വികസനമായി തുടങ്ങിയെന്ന് പറയണേ, അതായത് കോൺട്രാക്ഷൻ വന്നു തുടങ്ങിയെന്ന് ഇങ്ങനെ പറയണേ, ഇന്ന് പ്രസവിക്കുന്നെങ്കിൽ അവർ വായിന്ന് കേൾക്കണേന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇനി ഞാൻ തിരിച്ചു പോവില്ലേ ഹോസ്പിറ്റലിൽ എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. അപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇനി പോകണ്ട കേട്ടോ, പെയിനുള്ള മരുന്ന് തന്നുടങ്ങാൻ പോവാണ്, അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി, ഇന്ന് എന്തായാലും പ്രസവിക്കും, ഇനി എന്തായാലും പ്രസവിച്ചിട്ട് എൻ്റെ ലേബർ വാർഡിൽ നിന്ന് വരുള്ളൂ എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പം അങ്ങനെ വേഗം അവിടുന്ന് ചേട്ടനെയൊക്കെ വിളിച്ചു പറഞ്ഞു, ഇവിടുത്തെ അമ്മേനെയൊക്കെ വിളിച്ചു പറഞ്ഞു, എല്ലാവരെയും അറിയിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് 12:30 ഞാൻ ലേബർ വാർഡിൻ്റെ ഉള്ളിൽ കയറി എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവരുടെ ഡ്രസ്സ് ഇട്ടു. അവിടെ നിന്ന് എനിക്ക് പെയിൻ വരാനുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ട്രിപ്പിക്കോടെ ഇങ്ങനെ കയറ്റി കയ്യിൽ കാനുലൊക്കെ ഇട്ടു സ്റ്റാർട്ട് ചെയ്തു. 12:30 കഴിഞ്ഞു, 1:30 കഴിഞ്ഞു, 2:30 കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ലേബർ വാർഡിൽ അന്നൊരു 6 പെൺകുട്ടികളുണ്ടായിരുന്നു. 6 പേരുണ്ടായിരുന്നു എൻ്റെ കൂടെ. അതിൽ 4 ആൾ പ്രസവിച്ചു. 4 ആൾ പ്രസവിച്ച് അതിൽ പിന്നെ ഞാനും വേറൊരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5 മണി കഴിഞ്ഞു, 5:30 കഴിഞ്ഞു. എനിക്ക് പെയിൻ വന്നും പോയി ഇരുന്ന് തുടങ്ങി. പെയിൻ വരും, പെയിൻ പോവും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ബാക്ക് പെയിൻ. അയ്യോ, ഒരാളുടെ കൈ, ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്തൊക്കെ ശരിക്കും പ്രസവിക്കേണ്ടത്. കാരണം നമുക്ക് ഹസ്ബൻഡിൻ്റെ കയറ്റാം, അമ്മമാരെ കയറ്റാം, ആരെ വേണമെങ്കിലും കയറ്റാട്ടോ. എന്താ പറയുക, എനിക്ക് ദിയാകൃഷ്ണയുടെ പ്രസവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനം തോന്നി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ ചുറ്റുണ്ടാവുക എന്ന് പറഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു, ദൈവമേ ആരെങ്കിലും വന്നിട്ട് എൻ്റെ തണ്ടലൊന്ന് ഒഴിഞ്ഞു തന്നെങ്കിൽ. ബാക്ക് ഇങ്ങനെ പൊളിഞ്ഞു പോണൊരവസ്ഥയായിരുന്നു, തണ്ടൽ മൊത്തം.
അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കാല് മസിൽ കയറുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കാല് ജസ്റ്റ് ഒന്ന് എനിക്ക് കഴിഞ്ഞാൽ അപ്പം എൻ്റെ കാല് മസിൽ കയറി പിടിക്കും. അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ 2 മസിലുകളും വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടർ അതിൻ്റെ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്, ആവണുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സമയം 5 മണിയും കഴിഞ്ഞ് 6 മണിയും കഴിഞ്ഞ് 7 മണിയും കഴിഞ്ഞ് രാത്രി 12:30 തൊട്ട് കിടക്കണത് ലേബർ വാർഡിൽ ഇപ്പുറത്തെ റൂമിൽ. അങ്ങനെ കിടന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കുട്ടി 7 ഇപ്പോൾ പ്രസവിച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ലേബർ വാർഡിൽ, വേറെ ആരുമില്ല. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു ലേബർ വാർഡിൽ, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കുറച്ച് പേര്. അവർ ഞാൻ ഇപ്പോഴും സ്മരിക്കുന്നു. ദൈവമേ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ പറയാം ബാക്ക് തണ്ടലൊന്നും ഒഴിഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പം അതിൽ കൂടി ഉണ്ടായിരുന്ന കുട്ടി, പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി ഉണ്ട് കേട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ അശ്വതി, അവളെ ചേച്ചി ഉണ്ട് അഞ്ജു, അവിടെ നഴ്സായിരുന്നു. അപ്പോൾ അവരിടക്കിടക്ക് വരും, ഇടക്കിടക്ക് തണ്ടൽ ഒഴിഞ്ഞു തരും. പിന്നെ അവർ ഡ്യൂട്ടി കഴിയുമ്പോൾ പിന്നെ അവർക്ക് പോകണമല്ലോ, അപ്പോൾ അവർ പോവും, അടുത്ത ആൾക്കാർ വരും. അപ്പം ഇങ്ങനെ ബാക്ക് ഇങ്ങനെ തണ്ടൽ ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞു തരും. അയ്യോ, ദൈവത്തിൻ്റെ കൈകൾ വന്ന് തട്ടുന്ന പോലെ തോന്നും നമുക്ക് ആ സമയത്ത്, നമ്മുടെ പുറം ഇങ്ങനെ ഒഴിഞ്ഞു തരുമ്പോൾ. അത് കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ വെള്ളം പൊട്ടിച്ച് കളയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയേണ്ട ഏത് രീതികൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല, എനിക്കറിയുന്ന ഒരു രീതിയിലാണ് ഞാൻ പറയാനായിട്ട്. അപ്പം നമുക്കിങ്ങനെ വെള്ളം ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ച് കളയും. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ആ ടേബിളിൽ നിന്ന് വേറൊരു ടേബിളിലേക്ക് വന്ന് കിടക്കാൻ പറഞ്ഞു. ആ ടേബിളിൽ നിന്ന് എണീറ്റത് എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ കാലും കൂടെ മസിൽ കയറിയിട്ട്, അയ്യോ, ഡോക്ടറാണെങ്കിൽ എന്നെ നോക്കി നിൽക്കുക ഇവിടേക്ക് കയറി കിടക്കണത്. എനിക്കാണെങ്കിൽ പറ്റണ്ടേ, കയ്യിൽ ഡ്രസ്സും ഒരു കയ്യിൽ ക്യാൻഡിലും, ട്രിപ്പ് കയറുന്നത് വേറെ, കാലിൻ്റെ മസിൽ കയറിയിട്ട് അത് വേറെ. ഈശ്വരോ, എങ്ങനെയൊക്കെ ഞാൻ കയറി ആ ടേബിളിലേക്ക് വന്ന് കിടന്ന് ഡോക്ടർ വന്നിട്ട് ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ പൊട്ടിച്ച് കളഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചത് എന്തിൻ്റെ ദൈവം ഒഴുകി പോകണം, ഉണ്ണിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ണിയല്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇങ്ങനെ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ പെയിൻ കൂടാൻ തുടങ്ങി. നേരത്തേലും പെയിൻ ഇങ്ങനെ ഇരട്ടി പെയിൻ ഇങ്ങനെ കൂടി വരും. വന്നും പോയും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോദിക്കുന്നുണ്ട്, പുറത്തെല്ലാവരും ഉണ്ട്. അപ്പോൾ കുട്ടികൾ പറയണ്ട, എല്ലാവരും ഉണ്ട് ചേച്ചി പുറത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനമായി, എല്ലാവരും ഉണ്ടല്ലോ അവിടെ. അപ്പോൾ എൻ്റെ ഇവിടുത്തെ മൂത്ത ചേട്ടൻ, എൻ്റെ അപ്പച്ചൻ, അമ്മച്ചി, ഇവിടുത്തെ അമ്മച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. ചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ചേട്ടനൊന്ന് 2 ഫ്രണ്ട്സ് അവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് ഒരു 8:45 കഴിഞ്ഞപ്പോൾ കൂടിയുള്ളൊരു സിസ്റ്റർ ഉണ്ട് ഞങ്ങളുടെ കൂടെ. അവിടെ ഉണ്ടായിരുന്ന ഈ ഡെലിവറിയുടെ ഒക്കെ അസിസ്റ്റൻ്റായിട്ടൊരു സിസ്റ്റർ ഉണ്ട്. ഈ എഡിറ്റ് എന്ന സിസ്റ്ററിൻ്റെ പേര് ഞാൻ ഇപ്പോഴും മറക്കില്ല. എഡിറ്റ് സിസ്റ്ററിനായിട്ടോ, എവിടെ എഡിറ്റ് സിസ്റ്റർ ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ ഇപ്പോഴും മറക്കില്ല. ഞങ്ങൾക്കൊരു ദൈവത്തെ പോലെ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ സിസ്റ്റർ ലാസ്റ്റ് വന്ന് ഉള്ളു പരിശോധിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോഴും അങ്ങോട്ട് ആയി വരുന്നുള്ളൂ ബിജി, തോന്നണില്ല, നോക്കട്ടെ, നമുക്ക് എന്തായാലും കഴിവിൻ്റെ പരമാവധി നോക്കാം. ഞാൻ പറഞ്ഞു, സിസ്റ്റർ, ഞാൻ ഇത്രയും നേരം വേദന തിന്നിട്ട് അവസാനം സിസേറിയൻ എന്ന് പറഞ്ഞ് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, അങ്ങനെ നമുക്ക് ആദ്യമേ ചെയ്യാമല്ലോ. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇല്ല പേടിക്കണ്ടെന്ന് പറഞ്ഞു. സിസ്റ്റർ അങ്ങനെ ഉള്ളിലേക്ക് എന്നോട് പറഞ്ഞേ, ഒന്ന് സപ്പോർട്ട് ചെയ്തോളോട്ടാന്ന് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, ആ സിസ്റ്റർ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ക്ഷീണം തളർച്ചയായി തുടങ്ങി. അത് കഴിഞ്ഞ് സിസ്റ്റർ വന്നിട്ട് കൈ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈ ഇട്ടിട്ട് എന്തൊരു സംഭവം ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു ഫീൽ എനിക്ക് വന്നു. ഇങ്ങനെ എന്തൊരു സംഭവം ഇങ്ങനെ പൊട്ടണ ഒരു ഫീൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, ബിജി പുഷ് ചെയ്യരുത് കേട്ടാ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു, ഡോക്ടറെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വേഗം പോയി ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വേഗം വന്നു. എന്നോട് അപ്പുറത്തെ, അതാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത അൺസൈക്കബിൾ ആയിട്ടുള്ള കാര്യം. അതായത് നമ്മുടെ ഈ ഒരു ടേബിളും വന്ന് അപ്പുറത്തെ ടേബിളുമേക്ക് കയറി കിടക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ, എൻ്റെ ദൈവമേ, സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് കാല് 2 അകത്തി വെച്ച് നടന്ന് ഒരു വിധത്തിൽ ഞാൻ അപ്പുറത്തെ ടേബിളിലേക്ക് വലിഞ്ഞ് കിടന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾ പറയുന്ന രീതിയിൽ പുഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഇപ്പം നമുക്കൊരു ഐഡിയ ഇല്ല എന്താണെന്നുള്ളത്. ഡോക്ടർ പറയുന്ന ടൈം അനുസരിച്ച് നമ്മളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം പ്രഷർ എടുത്ത് നമ്മൾ പുഷ് ചെയ്തു. ഒരു 3-4 പുഷിൽ ഉണ്ണി പുറത്തേക്ക് വന്നു. അപ്പോൾ ഉണ്ണി വന്ന പാടെ ഞാൻ ആദ്യം ഡോക്ടറോട് ചോദിക്കുന്നത്, എനിക്ക് പെണ്ണുണ്ണികളെ ഭയങ്കര ഇഷ്ടമാണ്, പെൺകുട്ടികളെ എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എല്ലാവരും പറയും ആദ്യത്തെ ആൺകുട്ടി ആവണം, പിന്നെ പെൺകുട്ടി ആയാലും സമാധാനമാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് 2 പെൺകുട്ടികളായാലും എനിക്കിഷ്ടം, 3 പെൺകുട്ടികളായാലും എനിക്കിഷ്ടം. എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ കണ്ണേരി പൊട്ടുകുത്തിച്ച് സുന്ദരികളാക്കി നല്ല ക്യൂട്ടാക്കി നടത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാരണം ദൈവം എനിക്ക് 2 ആൺകുട്ടികളെ തന്നെ, അത് വേറെ കാര്യം. അപ്പോൾ ഉണ്ണി പുറത്തേക്ക് വന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഞാൻ ആദ്യം ചോദിക്കുന്നത് എന്തുണ്ണിയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അവരും നോക്കിയിട്ടില്ല. അപ്പോൾ അവരങ്ങനെ എടുത്ത് വേഗം ഉണ്ണീനെ തുടച്ച് മറ്റേ പൊക്കളൂടിയൊക്കെ കട്ട് ചെയ്ത് വേഗം ക്ലിയർ ആക്കി ഉണ്ണീനെ അവിടെ കൊണ്ട് കെടുത്തി വഴിക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബോയ് ആണ് കേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാണോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആദ്യം ഒരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ ഞാനത് മനസ്സിലാക്കി. അപ്പം ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ആവട്ടെ.
ആൺകുട്ടി പിന്നെ എല്ലാവരും പുറത്തുള്ള ഒരു ആൺകുട്ടീനെ കൊതിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് പകുതി മുക്കാൽ ആൾക്കാർ. അപ്പോൾ എൻ്റെ ഇവിടുത്തെ കരച്ചിലും ഉണ്ണിയുടെ കരച്ചിലും കേട്ടപ്പോൾ മൂത്ത ചേട്ടൻ പുറത്ത് പറഞ്ഞു കേട്ടോ, ബിജി പ്രസവിച്ചിട്ടുണ്ട്, ഉണ്ണിയുടെ കരച്ചിൽ കേൾക്കാണ്ട് ബിജിയുടെ കരച്ചിൽ കേട്ടു, ബിജി പ്രസവിച്ചു എന്ന് പറഞ്ഞു. ഞാനങ്ങനെ 9:27 രാത്രി പ്രസവിച്ചു. കുട്ടി 3,650 തൂക്കണ്ടായിരുന്നു മോൻ. 3,650 അവൻ്റെ വെയിറ്റ്. അത് കാരണമാണ് ഡെലിവറി അത്രയും വൈകിയെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. 3,650. പിന്നെ എൻ്റെ ശരീരത്തിനനുസരിച്ചുള്ളൊരു ഇതല്ല, ഉണ്ണി വെയിറ്റ് കൂടുതലായിരുന്നു. അങ്ങനെ നോർമൽ ഡെലിവറി തന്നെയായി. അങ്ങനെ എന്താ പറയുക, പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മൈൻഡൊക്കെ മാറി, ഭയങ്കര സഡേഷനായി, എനിക്ക് നാവൊന്നും പൊന്താണ്ടായി, സംസാരിക്കാൻ പറ്റാണ്ടായി, എനിക്കറിയണില്ല എന്താ ഞാൻ പറയണേന്നുള്ള ആ ഒരു മൈൻഡായി. അങ്ങനെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എനിക്കപ്പോൾ താഴ്ഭാഗത്ത് ഒരു 6-7 സ്റ്റിച്ച് ഉണ്ടായിരുന്നു എനിക്കന്ന്. സ്റ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറയണേ, എന്താ പറയുക, സുഖപ്രസവം എന്ന പേരും സ്റ്റിച്ചും അതിൻ്റെ ബുദ്ധിമുട്ടുകളും വേദനയും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നോർമൽ ഡെലിവറിയുടെ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പോലും പറ്റില്ല. സിസേറിയനും സ്റ്റിച്ചുണ്ട്, വേദനകളില്ല എന്നല്ലാണ്ട് പറയണേ. പക്ഷേ എങ്കിലും നമുക്ക് താഴെ ഭാഗത്ത് സ്റ്റിച്ച് വരുമ്പോൾ നമുക്കിങ്ങനെ ഇരിക്കാൻ പോലും, ഉണ്ണിക്കൊന്ന് പാല് കൊടുക്കുന്നത് ഇരിക്കാൻ പോലും നമുക്ക് പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ സ്റ്റിച്ചിടലൊക്കെ കഴിഞ്ഞ് എന്നെ ലേബർ വാർഡിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി. അപ്പോൾ എനിക്ക് ഉണ്ണീനെ വേഗം തുടച്ചിട്ട് ടർക്കിയിൽ പൊതിഞ്ഞൊരു തുണിയിൽ പൊതിഞ്ഞിട്ട് എനിക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഒരു ഉമ്മ കൊടുത്തോളൂ ഉണ്ണിക്ക് എന്ന് പറഞ്ഞു. ആ ഒരു സീൻ്റെ ദൈവേ, ഉണ്ണീനെ നെറ്റത്തെ ഉമ്മ കൊടുക്കണ ആ ഒരു സമയം ഇപ്പോഴും പറയുമ്പോൾ കണ്ണെന്നറിയും. ഭയങ്കര ഒരു സംഭവമാണല്ലേ. നമുക്ക് അത്രയും നേരം നമ്മൾ സഹിച്ച വേദന എവിടുന്നോ ഇല്ലാണ്ടായ ഒരു അവസ്ഥയാണ് നമ്മൾ ആ ഉണ്ണീനെ കണ്ട് ഉണ്ണിക്ക് ആ ഉമ്മ കൊടുക്കുമ്പോൾ ആ ഒരു സമയം എന്ന് പറയണത്. അതൊരു പ്രത്യേക സമയമാണ് കേട്ടോ. അങ്ങനെ മോൻ്റെ നെറ്റിലൊരു ഉമ്മ കൊടുത്തു. മോനെ കണ്ട് അപ്പം ഞാൻ പറഞ്ഞു, വേഗം അവർക്ക് കാട്ടി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇനി പോണേന്ന് പറഞ്ഞു സ്റ്റാഫ്. വേഗം പുറത്ത് പോയി ഉണ്ണിനെ കാണിച്ചു കൊടുത്തു, അമ്മേരെ കയ്യിൽ കൊടുത്തു. അങ്ങനെ എല്ലാവരും മാറിയെടുത്തു. അങ്ങനെ ഞാൻ എന്നെ ഇപ്പുറത്തെ റൂമിലേക്ക് ആക്കി കുറച്ച് നേരം നമ്മളൊന്ന് ഒബ്സർവേഷനിൽ കെടുത്തുമല്ലോ. ഒബ്സർവേഷനിൽ കെടുത്തി, ഉണ്ണിനെ എൻ്റെ അടുത്ത് കൊണ്ട് കെടുത്തി. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഓർമ്മയില്ല. ഭയങ്കര മൈൻഡൊക്കെ ഇങ്ങനെ അൺകോൺഷ്യസ് ആയി പോണ പോലുള്ളൊരു അവസ്ഥയായിരുന്നു. കണ്ണൊക്കെ അടഞ്ഞു പോയി. പക്ഷെ അമ്മ പറയുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ ലേബർ വാർഡിൽ നടന്ന കാര്യങ്ങൾ ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ വാതോരാണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയണില്ല ഞാൻ എന്താ അമ്മയുടെ അടുത്ത് പറയണേന്നുള്ളത്. ഞാനിങ്ങനെ എന്തൊക്കെയോ പിച്ചിമ്പഴം പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞു അമ്മ. അത് കഴിഞ്ഞൊരു 1 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ അങ്ങനെ കിടന്നുറങ്ങി. ഒരു പുലർച്ചയ്ക്ക് ഒരു 11:30-12 മണിയോട് കൂടിയിട്ടാണ് പിന്നെ എനിക്ക് ഓർമ്മ വരണേ. ഓക്കെ ആയി, ഞാനൊരു സ്റ്റേബിളായി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് സ്വയം തോന്നുന്നത് അപ്പോഴാണ്. അങ്ങനെ തന്നെ വീൽ ചെയറിലേക്ക്, കാരണം നമ്മൾ ഡെലിവറി കഴിഞ്ഞ് സ്റ്റിച്ച് ഇടലൊക്കെ കഴിഞ്ഞ് യൂറിൻ പാസ് ചെയ്യാണ്ട് നമ്മൾ വിടില്ല, അങ്ങനെയാണ് അവരൊരു കണക്ക്. അപ്പോൾ നോർമലി നമ്മൾ സ്വയം യൂറിൻ പാസ് ചെയ്യാണ്ട് അവർ വിടില്ല. അപ്പം അങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ യൂറിൻ പാസ് ചെയ്തതിന് ശേഷമാണ് എന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത്. അപ്പം എന്നെ വീൽ ചെയറിൽ ഇങ്ങനെ തള്ളി കൊണ്ടുവരുമ്പോൾ ഞാൻ ആദ്യം നോക്കണത്, ദൈവമേ എൻ്റെ കെട്ടിയവൻ എവിടെ, എൻ്റെ ഹസ്ബൻഡ് എവിടെയെന്ന് ഞാൻ നോക്കണത്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ. അപ്പോൾ ചോദിച്ചപ്പോൾ പറയാണ്, എൻ്റെ ഡെലിവറി ടൈം ആയപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒല്ലൂർ പള്ളിയുണ്ട്. ഒല്ലൂർ പള്ളിയുടെ ഉള്ളിൽ കയറിയിരുന്ന് അവിടെ ഇരിക്കുകയായിരുന്നു നടയിൽ. ഇവിടെ വന്നിരിക്കുക ടെൻഷനടിച്ച് ആകെ ഇതായിട്ട് ആളെന്ന് ചെയ്ത് ഒല്ലൂർ പള്ളിയിൽ നടക്കി അവിടെ പോയിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് മൂത്ത ചേട്ടൻ വിളിക്കുക ചെയ്തത്. ബിജി പ്രസവിച്ചു ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് മൂത്ത ചേട്ടൻ വിളിച്ചപ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. പറയണ ആൾക്ക് അങ്ങനെ ചില കാര്യങ്ങൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളവിടെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴാണ് പിന്നെ ഉണ്ണീനെ കയ്യിൽ കൊടുക്കണേ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ഡെലിവറിയുടെ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫീലായിരുന്നു. പിന്നെ നമ്മുടെ ആദ്യത്തെ ഒരു ഡെലിവറി കഴിഞ്ഞു എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു, ഉണ്ണി നല്ല ഓക്കെ ആയി. അവിടെ നിന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ണിക്ക് മഞ്ഞ കളറും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ബെറ്റർ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ 7 മാസം തൊട്ട് ഞാൻ സെറ്റ് മുണ്ട കൊടുത്തിരുന്നത്. 7 മാസം തൊട്ട് എൻ്റെ 9 മാസം പ്രസവത്തിൻ്റെ സമയം വരെ ഞാൻ സെറ്റ് മുണ്ടാണ് ഉടുത്തിരുന്നത്. സെറ്റ് മുണ്ട് ഉടുക്കും. അതുപോലെ തന്നെ രാവിലത്തെയും വൈകിട്ടത്തെയും വെയിൽ നന്നായി ഞാൻ വയറിൽ കൊള്ളിക്കാറുണ്ട്. അത് കാരണവന്മാർ പറയുന്ന ഒരു സംഭവം തന്നെയാണ്, എൻ്റെ അറിവല്ല, മുതിർന്നവർ പറയണത് ഞാൻ കേട്ടു. അതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു ഉണ്ണിക്ക് മഞ്ഞ കളറൊന്നും ഉണ്ടായിരുന്നില്ല. അവനെ ഇൻക്യൂബുലേറ്ററിലൊന്നും കിടക്കേണ്ട ആവശ്യം വന്നില്ല. കറക്റ്റ് 3-ാം പക്കം ഡിസ്ചാർജ് ചെയ്യുക ചെയ്തത് കേട്ടോ. എനിക്കെന്തോ അതൊരു നല്ലൊരു ഉപകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 7 മാസം തൊട്ട് സെറ്റ് മുണ്ട് കൊടുത്തത് കൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. പിന്നെ നന്നായി ഞാൻ വെള്ളം കുടിച്ചിരുന്നു. വെള്ളം കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഞാൻ വെള്ളം കുടിച്ചിരുന്നു. അതുകൊണ്ട് ഉണ്ണിയുടെ മേത്തൊരു അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ണി നല്ല സുന്ദരനായിട്ടാട്ടോ വയറ്റിൽ നിന്ന് വന്നത്.
അതുപോലെ തന്നെ രണ്ടാമത്തെ ഡെലിവറിയും അങ്ങനെ തന്നെയായിരുന്നു. 3 കൊല്ലത്തെ ഗ്യാപ്പിലാണ് പിന്നെ രണ്ടാമത്തെ ഡെലിവറി വരണത്. മോന് 3 വയസ്സുള്ളപ്പോഴാണ് ഞാൻ രണ്ടാമത്തെ മോനെ പ്രസവിക്കണേ. അവൻ്റെ ഇതേപോലെ ഗർഭിണിയായിട്ടും ഇതുപോലെ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഇവിടെ എൻ്റെ വീട്ടുകാരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ രണ്ടാമത്തെ ഡെലിവറി വേഗം നടക്കാൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാലിൻ്റെ എളി തെറ്റിപ്പോവും, കാലിൻ്റെ മസിൽ കയറും, അതുപോലെ തന്നെ വേരിക്കോസ് വെയിൻ, അതേപോലെ തന്നെ തലചുറ്റ്, ഭയങ്കര പ്രോബ്ലങ്ങളായിരുന്നു എനിക്ക് രണ്ടാമത്തെ ഡെലിവറി സമയത്ത്. ഭയങ്കര ശരീരം തീരെ എനിക്ക് ഓക്കെ അല്ലായിരുന്നു, എല്ലാം കൊണ്ടും ഭയങ്കര വീക്കായിരുന്നു. എൻ്റെ ഹെൽത്ത് മൊത്തം എനിക്ക് 2 അടി നടക്കാൻ പറ്റില്ല, അപ്പോഴേക്കും എൻ്റെ എളി ഇങ്ങനെ തിരിയും, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ അവനെ പ്രസവിച്ചത് തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിലാണ് കേട്ടോ. പക്ഷേ 2 ഡെലിവറിയുടെയും ഒരു വ്യത്യാസം ഞാൻ പറയാം. ആദ്യത്തെ ഡെലിവറി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റിലായിരുന്നു, രണ്ടാമത്തെ ഡെലിവറി ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷേ ആദ്യത്തെ ഡെലിവറിക്ക് എനിക്ക് നല്ല സഡേഷനും ക്ഷീണമായിരുന്നു. രണ്ടാമത്തെ ഡെലിവറി ജില്ലാ ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ പറയല്ല, എനിക്ക് ആകെ കൂടി അവർ തന്ന 2 കാര്യങ്ങൾ. ഒന്നൊരു RLൻ്റെ ട്രിപ്പ് ഇട്ടു. അത് രാത്രിയിലാണ് എന്നെ ലേബർ വാർഡിൽ കയറ്റണേ. രാത്രി ലേബർ വാർഡിൽ ഇതേപോലെ കയറ്റണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ വയറുവേദനയല്ല, മോൻ ഭയങ്കര ചവിട്ടലായിരുന്നു വയറ്റിൽ കിടന്നിട്ട്. അപ്പം ഞാൻ ഫുട്ബോൾ കളിക്കുന്ന കൊടുത്ത് തിരിയായിരുന്നു വയറിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ആൾ. വയറൊക്കെ ഇങ്ങനെ പൊന്തി താഴ്ന്ന് ഞാൻ വിചാരിച്ചു വയറിൻ്റെ പുറത്തുകൂടെ വരാമെന്ന് വിചാരിച്ചു. അതുപോലെ വയറ് കുത്തി മറയലായിരുന്നു വയറിൻ്റെ ഉള്ളിൽ കിടന്നിട്ട്. സിസ്റ്റർമാരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു, ഇത് എന്തായി കാണിക്കണേന്ന് ചോദിച്ചിട്ട് വയറിൻ്റെ ഉള്ളിൽ കിടന്നിട്ട്. എനിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്നെ ലേബർ വാർഡിൽ കയറ്റിയത്. അപ്പോൾ നമ്മൾ ചിലരൊക്കെ പറയണേക്കാം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പ്രസവം ഭയങ്കര ടഫാണ്, അവിടുത്തെ സ്റ്റാഫൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പേടി നന്നായിട്ടുണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. ദൈവം എൻ്റെ ഈ ഡെലിവറി ഇങ്ങനെയാവുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ പുലർച്ചെ എന്നെ രാത്രി 1 മണിയൊക്കെ ആയപ്പോൾ എന്നെ ലേബർ വാർഡിൽ കയറ്റി. നല്ല ഒരു മാതാവിനെ പോലെ ഒരു നഴ്സായിരുന്നു, അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. ഭയങ്കര പാവം പിടിച്ചൊരു നഴ്സായിരുന്നു. അവിടെ ചെന്നു നമ്മുടെ ഒരു അമ്മയെ പോലെ നമ്മുടെ ഒപ്പം നിന്ന ആള് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഉള്ളൊന്ന് നോക്കട്ടെ, നമുക്ക് നോക്കാം ഉണ്ണിമാവ് വരാറായോ എന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവം എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. പക്ഷെ എനിക്ക് ആ നഴ്സിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്താണ്. എന്താ പറയുക, ദൈവത്തെ പോലൊരു നഴ്സായിരുന്നു കേട്ടോ. എൻ്റെ ഡെലിവറി എടുത്തത് അവിടെ ഡോക്ടറൊന്നുമല്ല, ഞാൻ കണ്ട ഡോക്ടറല്ല എൻ്റെ ഡെലിവറി എടുത്തത്, നഴ്സുമാരാണ് എൻ്റെ ഡെലിവറി എടുത്തത്, ഡോക്ടറല്ല. വീട്ടിൽ പോയിട്ട് ഡോക്ടറെ കണ്ടിരുന്നെങ്കിലും ഡെലിവറി എടുക്കുന്ന സമയത്ത് ഡോക്ടർ ഉണ്ടായിരുന്നില്ല, നഴ്സുമാരാണ് കേട്ടോ എൻ്റെ ഡെലിവറി എടുത്തത്. പക്ഷെ അതിൻ്റെ ഒരു പോരായ്മ എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ നഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്നോട് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കയ്യിൽ ഒരു ജപമാല ഉണ്ടായിരുന്നു. അപ്പം നഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, പ്രാർത്ഥിച്ചോ മോളെ പ്രാർത്ഥിച്ചോ, ആയി വരുന്നുണ്ട് കേട്ടോ, നേരെ വിളിക്കുമ്പോഴേക്കും എൻ്റെ മോള് പ്രസവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഭയങ്കര ക്ഷീണം, അങ്ങനെ ഷിവറിങ് ആയി തുടങ്ങിയപ്പോൾ ഒരു RL ട്രിപ്പ് ഇട്ടു. വേറെ ഒന്നും എനിക്ക് തന്നിട്ടില്ല കേട്ടോ, ഒരു RL ട്രിപ്പ് മാത്രമേ എനിക്ക് ഇട്ടിട്ടുള്ളൂ. വേറെ ഒരു ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ രാവിലെ 6:45 കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിലുള്ള വികസനമായി. അപ്പോഴേക്കും ഡ്യൂട്ടി നഴ്സുമാർ വന്നു. അപ്പം ഞാൻ ഈ നഴ്സിനോട് ഞാൻ പറഞ്ഞു, നഴ്സെ പോവല്ലേ പ്ലീസ്, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് പോയാൽ മതി, ഒന്ന് കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചു. അയ്യോ ഞങ്ങൾക്ക് പോകാൻ നേരമായി, അടുത്ത ആൾക്കാർ വരും, ഞങ്ങൾക്ക് പോകണ്ടേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നേരം നിന്നാൽ മതി എന്ന് പറഞ്ഞു. പാവണ്ട് കേട്ടോ, ആൾ കുറച്ച് നേരം കൂടെ എൻ്റെ കൂടെ നിന്നു. ഡയലത്തെ നഴ്സുമാർ വന്നു, അവരും നല്ല ക്യാരക്ടറുള്ള നഴ്സുമാരായിരുന്നു, നല്ല നീറ്റ് സ്വഭാവമുള്ള നഴ്സുമാരായിരുന്നു കേട്ടോ വന്നവരും. അപ്പം അങ്ങനെ നിന്നു, എന്നെ നല്ല രീതിയിൽ അവർ കെയർ ചെയ്തു. അപ്പോൾ ആ കൂടിയുള്ളൊരു നഴ്സ് എൻ്റെ അടുത്തൊരു ട്രിക്ക് പറഞ്ഞു തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ പാദസരം കെടുക്കുന്ന ഭാഗമുണ്ട്, അതായത് നമ്മുടെ കാലിൻ്റെ പാദസരം എവിടെയാണോ കെടുക്കുക, 2 കൈയും ആ പാദസരം കെടുക്കുന്ന ഭാഗത്ത് പിടിച്ചിട്ട് അതായത് അങ്ങനെ പിടിച്ചിട്ട് നല്ല രീതിയിൽ പൊന്തി പുഷ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടോ. ആദ്യത്തെ ഡെലിവറിക്കൊന്നും ആരും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. ഈ മേഡം പറഞ്ഞു തന്നത്, ഈ സിസ്റ്റർ പറഞ്ഞു തന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. രണ്ടാമത്തെ പുഷിൽ ഉണ്ണി പുറത്തേക്ക് വന്നു. കറക്റ്റ് നമ്മൾ ആ പാദസരം ഇടുന്ന ഭാഗത്ത് നമ്മുടെ കൈ വെച്ച് നമ്മൾ മുകളിലേക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്ത് പൊന്തണോട് കൂടിയിട്ട് ഉണ്ണി പുറത്തേക്ക് വരെ ഉണ്ടായതിട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അത്, ആ രണ്ടാമത്തെ ഡെലിവറി. പക്ഷെ എനിക്ക് തീരെ ക്ഷീണമോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല, സഡേഷനോ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നില്ല. 7:20 ഞാൻ അവനെ പ്രസവിക്കണേ. രാവിലെ 7:20 പ്രസവിച്ചു. അവൻ്റെയും ഡെലിവറി ഇങ്ങനെ തന്നെയായിരുന്നു. ഉണ്ണി വന്ന വഴിക്ക് ഞാൻ വീണ്ടും ചോദിച്ചു, സിസ്റ്റർ എന്തുണ്ണിയാന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, ആയിത്തുണ്ണി എന്തുണ്ണിയാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആയിത്തുണ്ണി
ആണുണ്ണിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇതും ആണുണ്ണിയാണോടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ഇതും പറ്റിച്ചു. കാരണം ഞാൻ അവനെ ഗർഭിണിയായിരിക്കുമ്പോൾ സകല ബന്ധുക്കാരും സകല നാട്ടുകാരും പറഞ്ഞൊരു കാര്യമുണ്ട്, പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ബിജിക്ക് പെൺകുട്ടിയാണ്, ആദ്യത്തെ വയറല്ല ആദ്യത്തെ ഡെലിവറി സമയത്തുള്ള ആളല്ല ബിജിക്ക് പെൺകുട്ടിയാണ്, ഒരു സംശയവും ഇല്ല ബിജിക്ക് പെൺകുട്ടിയല്ല എന്നുള്ളതിൽ ഉറപ്പിച്ചോ ബിജിക്ക് പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഒരുപാട് ആഗ്രഹിച്ചു കേട്ടോ എനിക്ക് പെൺകുട്ടിയാണെന്നുള്ളത്, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പെൺകുട്ടിയാണെന്നുള്ളതിൽ. പക്ഷേ ദൈവനെ അവിടെയും തോൽപ്പിച്ചു, എനിക്ക് പെൺകുട്ടിയല്ല. അപ്പോൾ രണ്ടും ആൺകുട്ടികളാണ്. അപ്പോൾ രണ്ടാമത്തെ മോൻ 3,450 ഉണ്ടായിരുന്നു കേട്ടോ വെയിറ്റ്. മൂത്ത ആൾ 3,650, രണ്ടാമത്തെ ആൾ 3,450 വെയിറ്റ്. രണ്ടുപേരും നല്ല വെയിറ്റോട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ രണ്ടും നോർമൽ ഡെലിവറി ആയിരുന്നു. മൂത്ത ആൾ പ്രസവിച്ചപ്പോഴും ഒരു 6 സ്റ്റിച്ചിൻ്റെ അടുത്തുണ്ടായിരുന്നു, രണ്ടാമത്തെ ആൾ പ്രസവിച്ചപ്പോഴും 5 സ്റ്റിച്ച് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പം അത് ഓക്കെ ആയിട്ട് വരാൻ ഒരു 28 ദിവസമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ബെറ്ററായി വന്നത്. രണ്ടാമത്തെ മോനും മഞ്ഞ കളർ ഉണ്ടായിരുന്നില്ല, ഇൻക്യുബേറ്ററിൽ കിടത്തേണ്ട വന്നിട്ടില്ല. 3-ാം ദിവസം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാണ് ഉണ്ടായത് കേട്ടോ. 2 പേർക്കും മഞ്ഞ കളർ ഉണ്ടാവേ ഇൻക്യുബേറ്ററിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതൊരു സമാധാനം ഉണ്ടായിരുന്നു 2 ഡെലിവറിക്കും. പിന്നെ 2 നോർമൽ ഡെലിവറി ആയിരുന്നു. കുറേ സിംറ്റംസും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ദൈവം സഹായിച്ച് 2 നല്ല രീതിയിലാണ് പ്രസവിച്ച് പോരാൻ പറ്റി. 2 പേരും നല്ല ഓക്കെ ആയിരുന്നു, നല്ല ഹെൽത്തി ബേബി ആയിരുന്നു 2 പേരും. അപ്പം ഇപ്പം മൂത്ത ആൾ ഇപ്പം പഠിക്കുന്നത് 7-ലാണ് കേട്ടോ, രണ്ടാമത്തെ ആൾ പഠിക്കുന്നത് 4-ലാണ്. എങ്കിലും നമുക്കിത് ഇന്നലെ കഴിഞ്ഞ പോലെയുള്ള ഒരു എഫക്റ്റാണ് കേട്ടോ. 2 ഡെലിവറിയുടെയും ഒരേ നിമിഷവും നമുക്കിപ്പോൾ ഇന്നലെ കഴിഞ്ഞ പോലെയുള്ളൊരു ഇതാണ്. കാരണം ഞാൻ പറയട്ടെ, പ്രസവം കഴിഞ്ഞ ഏതൊരു അമ്മമാരുടെ അടുത്തും അവർ പ്രസവിച്ച ദിവസത്തെ കഥ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നും അവരൊരു പുതുമോട് കൂടിയിട്ട് ആ കഥ വളരെ സന്തോഷത്തോടു കൂടിയും വളരെ ഒരു അത്ഭുതത്തോടു കൂടി നമ്മളോട് പറഞ്ഞു തരും. അത് പ്രസവിച്ചവർക്ക് അറിയാം അല്ലേ. നമ്മളിപ്പോഴും എത്ര പേരോട് പറയുകയാണെങ്കിലും നമുക്കതൊരു പുതുമയാണ് ആ കഥ. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ, ഒരുപാട് വേദനയുള്ള, ഒരുപാട് സന്തോഷമുള്ള എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു കഥയാണല്ലോ നമ്മുടെ ഡെലിവറി കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തായിട്ട് ഷെയർ ചെയ്തത്. അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വേറെ കുറച്ച് കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.